ഹേ ബഡീസ്, അപ്പോൾ നമുക്കൊന്നൊരു മിൽക്ക് ഷേക്ക് ഉണ്ടല്ലോ. ഇതിന് മിൽക്ക് ഷേക്ക് എന്നൊന്നും പറയില്ല, എന്നാലും നമുക്ക് മിൽക്ക് ഷേക്ക് തന്നെ ഇതിനെ പറയാം. എൻ്റെ രീതിയിലുള്ള മിൽക്ക് ഷേക്കാണ്. അപ്പോൾ എനിക്ക് കവർ പാൽ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ ഞാൻ ആ കവർ പാലെടുത്തു തിളപ്പിക്കാൻ വെച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ താരം ചിക്കു അല്ലെങ്കിൽ സപ്പോട്ട എന്ന് നമുക്ക് പറയാം. ഇത് എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അവളുടെ വീട്ടിലുണ്ടായിട്ട് കൊണ്ടുവന്നതാണ്. അത് അന്ന് കിട്ടിയപ്പോൾ എനിക്ക് ആർത്തി മൂത്ത് ഞാൻ കുറേ എടുത്ത് തിന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഒരു മൂലയ്ക്ക് നടന്നതാണ് ഇത് ബാലൻസ്. അപ്പോൾ നമ്മൾ അതെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതെനിക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കി തന്നെ എൻ്റെ അച്ഛൻ കേട്ടോ. അന്ന് അത് ഉണ്ടാക്കി തന്നു. ഞാനിത് കുടിക്കാതിരിക്കാൻ വേണ്ടി വാശി പിടിച്ചിരുന്ന ആളായിരുന്നു. എനിക്ക് അറിയണ്ടായിരുന്നില്ല ഈ സാധനം ഇങ്ങനെ പാലിലൊക്കെ ഇട്ട് അടിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളെ പാൽ അവിടെ പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മിക്സി മിക്സിയുടെ ജാറിൽ ഇതിടാണ്. ഇതിൽ ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്, ഞാൻ ഇടില്ല. എനിക്ക് പിച്ച് തരാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പക്ഷേ ഈ സാധനം നല്ല മൂത്ത് പഴുത്തതായതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇടില്ലെങ്കിലും കുടിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് പഞ്ചസാര ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇട്ട് കുടിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കുടിക്കാൻ പറ്റില്ല, മധുരം മുന്നിൽ നിൽക്കണം എന്നുള്ള ആൾക്കാർക്ക്. എനിക്ക് മധുരം അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷേ അത് വിചാരിച്ച് എനിക്ക് ഒരു റസ്ക് ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തിന്നില്ല എന്ന് ഞാൻ പറയില്ല. അത് ഞാൻ തിന്നും. പക്ഷേ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കാറുള്ളൂ. അങ്ങനെ അത് കുടിച്ച് ടാറ്റ.